തൃശൂർ, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട റൂട്ടുകളിലൂടെ ഓടുന്ന എല്ലാ ബസ്സുകളും ട്രിപ്പുകൾ നിർത്തിയുള്ള സമരം തുടരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെ ആരംഭിച്ച സമരം രണ്ടാം ദിനത്തിലും തുടരുകയാണ്. പോലീസ് നിർദ്ദേശം നൽകിയ പരിഷ്കരണമാണ് ബസ് ജീവനക്കാരെ പ്രകോപിതരാക്കിയത്. തൃശൂർ ശക്തനിൽ നിന്നും ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും ശക്തൻ സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്കിറക്കിയ ശേഷം മാതൃഭൂമി സർക്കിൾ ചുറ്റി മനോരമ ജംഗ്ഷനിലൂടെ തിരിഞ്ഞ് കുരിയച്ചിറയിലെത്തി ചിയാരം വഴി കൂർക്കഞ്ചേരിയിലേക്ക് എത്തണമെന്നാണ് പോലീസ് തിങ്കളാഴ്ച രാവിലെ നൽകിയ നിർദ്ദേശം. ഈ പരിഷ്കരണമാണ് ബസ് ജീവനക്കാരെ പ്രകോപിതരാക്കിയത്. ഇത്രയും ചുറ്റുന്നത് അപ്രായോഗികമാണെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. ഞങ്ങൾക്ക് നിലവിൽ തൃശ്ശൂരിൽ നിന്നും കുറുക്കഞ്ചേരിയിലേക്ക് 6 മിനിറ്റാണ് റണ്ണിങ് ടൈം. ഈ 6 മിനിറ്റ് കൊണ്ട് ശക്തൻ തമ്പുരാൻ്റെ പ്രതിമയുടെ അവിടേക്ക് എത്താൻ ഞങ്ങളുടെ ബസ്സുകൾക്ക് സാധിക്കുന്നില്ല. സമയത്തിന് സർവീസ് നടത്തുവാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ സമരമല്ലത്, ഞങ്ങൾക്ക് സർവീസ് നടത്താൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ സർവീസ് നിർത്തിവെച്ചതാണ്. അതായത് 1/4 മണിക്കൂറിന്റെ മുകളിൽ ഈ ആൾക്കാരും കയറ്റിട്ട് ഈ ശക്തി സ്റ്റാൻഡിന്റെ ഉള്ളിൽ കൂടെ റൗണ്ട് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് വിട്ട വേറെ വഴി കൂടെ പോകാനില്ല. കൊക്കാല വഴി പോകണമെങ്കിൽ അവിടെ പൊളിച്ചിട്ടേക്കാണ്. എവിടേക്കാ പോകണേ? ശക്തൻ ബസ് സ്റ്റാൻഡിലെ നവീകരണ നിർമ്മാണം മൂലം പരിമിതമായ സ്ഥലത്ത് നിർത്തിയാണ് കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നത്. ശക്തൻ സ്ക്വയറിൽ നിന്നും കണ്ണൻകുളങ്ങര വഴി ചിയാരത്തെത്തി കൂർക്കഞ്ചേരിയിലെത്തുകയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ മുതലാണ് പോലീസ് ഇത് മാറ്റി പുതിയ പരിഷ്കരണം നടപ്പിലാക്കിയത്. സമയത്തിനെത്താനാകുന്നില്ല എന്നാണ് ബസ് ജീവനക്കാരുടെ പരാതി. ഒരു വിഭാഗം ബസ് മുതലാളിമാരും സമരത്തിന് പിന്തുണയുമായി എത്തി. ഈ സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ ബസ് ഉടമകളെയും ബസ് ജീവനക്കാരെയും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ACV ന്യൂസ്, തൃശൂർ.